ഹായ് ഡിയേഴ്സ്, ഞങ്ങൾക്ക് കിട്ടിയൊരു എട്ടിൻ്റെ പണിയാട്ടോ ഈ കിടക്കുന്നത്. എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കുന്നൻകായ. ചില സ്ഥലങ്ങളിൽ കണ്ണൻകായ എന്നാണ് പറയുന്നത്, ഞങ്ങൾ കുന്നൻകായ എന്നാണ് പറയാറ്. അപ്പോൾ ഇതെന്താ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ, ചെറിയ മക്കൾക്ക് 6 മാസം ആകുമ്പോൾ കൊടുക്കുന്നൊരു ഫുഡാട്ടോ. ഇത് ഉണക്കി പൊടിച്ചിട്ടാണ് മക്കൾക്ക് കൊടുക്കാറ്. അപ്പം ഞങ്ങൾക്കിത് മോന് 6 മാസമായ കൊണ്ട് ഞങ്ങളിത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെറിയൊരു കായ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല കേട്ടോ. 2 ദിവസമായിട്ട് നല്ല വെയിലാണേ. കായ ഉണങ്ങി കിട്ടണമെങ്കിൽ നല്ല വെയിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല കേട്ടോ. രാത്രി തന്നെ ഇത് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ കായിൻ്റെ തോടൊക്കെ പോക്കി ഓരോന്നോരോന്നായിട്ട് എനിക്ക് തരും കേട്ടോ. ഞാനാണേ അത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അത് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓണത്തിൻ്റെ തലേന്നാട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതാണ് ഈ കാണുന്നതൊക്കെ, പച്ചക്കായും ചേനയും കാര്യങ്ങളൊക്കെ, പച്ചക്കറികളൊക്കെ കുറച്ച് കാണുന്നതൊക്കെ അതാണ്. കാരണം അത് നാളത്തേക്കുള്ള ഓണത്തിനേക്കുള്ള സദ്യേൻ്റെ സാധനങ്ങളാണ്. ഞങ്ങൾ ഈ പണീൻ്റെ ഇടയ്ക്ക് കൂടെ അതും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇരുന്ന് ഞങ്ങൾ വെളുത്തുള്ളിയൊക്കെ തോലിറന്ന് വെക്കുന്നുണ്ട്, അത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പരിപാടിയൊക്കെ അച്ഛനാട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ഇരുന്ന് വലിയ കാര്യത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ അരിയുന്നത്. കാരണം എന്താ വെച്ചാൽ അത് കാണാൻ കുറച്ചേ ഉള്ളെങ്കിലും നല്ല പണിയാണ് ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഞങ്ങളിത് സെറ്റാക്കി വെച്ചു കേട്ടോ. പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങളിത് കഴുകി വെയിലത്തിട്ട് വെച്ചത്. അന്ന് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുവിധം അത് ഉണങ്ങി കിട്ടി. ഒരുവിധം എന്നല്ല, ഏകദേശം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിടെ ഇവിടെയായിട്ട് നനവുണ്ടായിരുന്നു. 2-3 ദിവസം വെയിൽ കൊണ്ട് നല്ലോണം ഉണങ്ങിയാലേ ഉള്ളൂ കേട്ടോ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവുന്നത്. കാരണം നമുക്കത് മിക്സിയിലിട്ടാൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടുകയും വേണം. പിന്നെ അത് വെക്കുമ്പോഴത്തേക്ക് കേടായി പോവുകയില്ല. പക്ഷേ ഞങ്ങൾക്ക് നല്ല പണി കിട്ടി. അന്നൊരു ദിവസത്തെ വെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നല്ല മഴയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വെയിലത്തിട്ട് ഉണക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫുള്ള് കേടായിപ്പോയി. ഫുള്ള് പൂപ്പലും കറുപ്പ് കളറും വന്ന് ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി, എല്ലാം വേസ്റ്റായി പോയിട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.